മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ മാനസികാരോഗ്യ പരിപാടി നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്നും നമ്മളോടൊപ്പം വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ ഈ ചർച്ചയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്വാഗതം. ഒരാളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് അയാളുടെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബവുമായോ മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ലല്ലോ. അയാൾ ഇടപെടുന്ന എല്ലാ മേഖലകളുമായും ബന്ധപ്പെട്ടതല്ലേ, പ്രത്യേകിച്ച് അയാളുടെ തൊഴിലിടങ്ങളുമായിട്ട്. ഇന്ന് അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? തൊഴിലിടങ്ങളുമായിട്ടുള്ള ഒരു ബന്ധവും മാനസിക ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന മാനസിക ആരോഗ്യ ദിനത്തിൽ 2024 മാനസിക ആരോഗ്യത്തിൻ്റെ ഒരു തീമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നതും മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് എന്നുള്ളതാണ്. അതായത് തൊഴിലിടങ്ങളിലെ ഒരു മാനസിക ആരോഗ്യം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെയുള്ള രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവരാണ്. നമ്മുടെ മാനസിക ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു സമീപനം തൊഴിലിടങ്ങളിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള സംവിധാനങ്ങൾ നമുക്ക് മാനസിക ആരോഗ്യം പ്രദാനം ചെയ്യേണ്ടതും ആവശ്യമാണ്. ഈ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട ചില കേസുകൾ സിസ്റ്ററിൻ്റെ അടുത്ത് വരാറുണ്ടായിരിക്കുമല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തീർച്ചയായിട്ടും ഒത്തിരിയേറെ കേസുകൾ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം മൂലം ജോലികൾ രാജിവെക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു. ഇനി ഇവൻ കുടുംബ ബന്ധങ്ങളിൽ പോലും, കാരണം ചില ഡിവോഴ്സ് കേസുകളൊക്കെ ഞാൻ കേൾക്കാറുള്ളപ്പോഴത്തേക്കും മനസ്സിലായിരിക്കുന്ന കാര്യം, അവർ ചെയ്യുന്ന ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലവും ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് മൂലവും ഒക്കെയാണ് അവർ ആ ഒരു പ്രശ്നത്തിലേക്ക് വന്നിരിക്കുന്നതും ആ ഒരു പ്രശ്നം കുടുംബത്തെ ബാധിച്ചു, കുടുംബ ബന്ധങ്ങളെ ബാധിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നമ്മൾ പറയുന്ന തൊഴിൽ ഇടങ്ങളിലുള്ള പ്രശ്നങ്ങൾ തൊഴിലിടങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തിടെയായിട്ട് ഞാൻ കണ്ടൊരു കേസ് ഞാൻ ഓർക്കുകയാണ്. ഏകദേശം ഒരു 50 വയസ്സോളം പ്രായമുള്ള ഒരു വ്യക്തി എൻ്റെ അടുക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലിനിക്കൽ സിംറ്റംസ് നമ്മൾ കാണുമ്പോഴത്തേക്കും മോഡറേറ്റ് ലെവലുള്ള ഒരു ഡിപ്രഷനാണ്. കാരണം ഉറക്കത്തിൽ പ്രശ്നങ്ങളുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ട്, അതായത് വിശപ്പില്ല, ഒരു സന്തോഷമില്ല, ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും ഒരു സന്തോഷകരമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ എപ്പോഴും ഒരു ഗ്ലൂമി ആയിട്ടുള്ളൊരു ചിന്തയാണ്. പിന്നെ പെട്ടെന്ന് തന്നെ വരാനുള്ളൊരു കാരണം കുറച്ച് ആത്മഹത്യാപരമായിട്ടുള്ള ചിന്തകൾ കൂടി വരുന്നുണ്ട്. അപ്പം വീട്ടുകാർക്ക് മനസ്സിലായി അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കാരണം എല്ലാ ദിവസവും ജോലിക്ക് താല്പര്യത്തോടു കൂടി ആദ്യകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി താല്പര്യം കുറയുന്നു, ജോലി സ്ഥലത്തേക്ക് പോകാൻ തന്നെ വളരെ വിമുഖത കാണിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും എന്തെങ്കിലുമായിട്ട് ശരീരത്തിനൊരു അസ്വാസ്ഥ്യത പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ പേരിൽ ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെ അവർ കണ്ടിട്ടുണ്ട്. പലതരത്തിലുള്ള വേദനകളായി, പ്രശ്നങ്ങളായി, തൊഴിലിടത്തിൽ ചെന്നതിന് ശേഷം തലകറക്കമായിട്ട് വീണു. അപ്പം അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളുമായിട്ട് ഫിസിഷ്യൻസിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ടുണ്ട്. പല മരുന്നുകളുമൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവൻ മെഡിക്കൽ വൈദ്യൻ തന്നെയാണ് പറഞ്ഞത്, ഓക്കെ, ഇതൊരു ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടെന്ന് തോന്നുന്നു, ഒരു മനഃശാസ്ത്രജ്ഞയെ സമീപിക്കുകയാണെങ്കിൽ നന്നായിരുന്നു. അങ്ങനെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്താണ് നമ്മുടെ ഇടയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്നിനു ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന ഇടത്ത് നല്ല രീതിയിലൊക്കെ ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു, സഹപ്രവർത്തകരൊക്കെ നല്ല ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രമോഷൻ കിട്ടുകയാണ്. അപ്പം പ്രമോഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കറിയാം, തീർച്ചയായിട്ടും അതൊരു സന്തോഷിക്കാനുള്ളൊരു കാരണമാണ്. കാരണം നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, അതിന് ഉള്ള ഒരു റിവാർഡായിട്ടാണ് നമുക്കതിനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകേണ്ട സ്ഥലവും ചെയ്യേണ്ട ഉത്തരവാദിത്വവും ഓർത്തപ്പോൾ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. അപ്പോൾ ഒരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ എന്ന് നമ്മൾ പറയും. അതായത് ഒരു
പ്രശ്നം ഇപ്പോൾ ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു കാര്യം അല്ലെങ്കിൽ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരുന്നു. നമ്മളത് സെഷൻസ് പലതും എടുക്കേണ്ടതായിട്ട് വന്നു, റിലാക്സേഷൻ കാര്യങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതോടൊപ്പം തന്നെ മേലധികാരികൾക്ക് അത് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമ്മുടെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഇങ്ങനെ ഇത് ഞാനൊരു കേസ് മാത്രം പറയുന്നു. ഇതുപോലെ തന്നെ ചില വകുപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് മാസീവായിട്ട് കേസസ് വരുന്നുണ്ട്. കാരണം ഒരാൾ വന്നു, നമ്മുടെ ഇടയ്ക്ക് വന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞു, അപ്പൊ ഇങ്ങനെ ഒരു മെന്റൽ സ്ട്രെസ് ആണെന്ന് നമ്മൾ പറയുന്നതിന്റെ പേരിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്യുന്നവരും വരുന്ന കേസുകൾ ഒത്തിരി ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന സ്ട്രെസ് അത് ചിലപ്പോൾ കുടുംബത്തിലുള്ള ആളുകൾക്ക് മനസ്സിലായി എന്ന് വരില്ല അല്ലെ? അവർക്ക് എങ്ങനെയാ അതൊരു ഇപ്പൊ വീട്ടിൽ വരുമ്പോൾ ഇത് ഷെയർ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ വീട്ടിലും ഭാര്യയോടായാലും അല്ലെങ്കിൽ ഭർത്താവിനോടായാലും ഷെയർ ചെയ്യാൻ പറ്റാത്ത ചില ആളുകളുണ്ട്. അവര് എങ്ങനെയാണ് ഈ കുടുംബവുമായിട്ട് അതിനെ? ടീച്ചർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ചില തൊഴിലിടങ്ങളില് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അതിൻ്റെതായിട്ടുള്ള ചില പ്രൈവസി കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതായത് കോൺഫിഡൻഷ്യാലിറ്റി എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞങ്ങളെ പോലെയുള്ള ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഒരു മാനസികാരോഗ്യ വിദഗ്ധ മേഖലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്ലയൻറ്റുമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ, അല്ലെ ക്ലയൻറ്റുമായിട്ടുള്ള നമ്മുടെ ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ പ്രൈവസി ആയിട്ട്, വളരെ രഹസ്യാത്മകമായിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് വരുന്ന ചില കേസസ് നമുക്കറിയാം മെൻ്റൽ സ്ട്രെസ്സുമായിട്ടാണ് വരുന്നത്. ആ സ്ട്രെസ്സുമായിട്ട് വരുന്ന ആൾക്കാരെ വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സാ സംവിധാനം കൊടുക്കേണ്ടതാണ് നമ്മൾ പഠിക്കുന്ന തിയറിയും അല്ലെ നമ്മളായിരിക്കുന്ന ആ ഒരു പ്രൊഫഷ്യൻസിയും അതാണ്. എങ്കിൽ പോലും മാനുഷികമായിട്ടുള്ള ചില പരിഗണനകൾ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ചില അവസ്ഥകൾ നമ്മളിലും ഉണ്ടാകും. ഇപ്പോൾ ചില കേസുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾക്കും വൈകാരിക തലത്തിൽ അത് നമ്മളെ സ്ട്രൈക്ക് ചെയ്യുന്നതാവാം. പക്ഷെ ഇതാരോടും തുറന്നു പറയാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പോൾ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരേ തരത്തിലുള്ള പ്രൊഫഷണൽസ് തമ്മിൽ നല്ലൊരു കൂട്ടായ്മ ഉണ്ടാവണം. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാവുമ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ അതേ ഒരു സ്വഭാവം, അല്ലെ ഇന്ന ക്ലയൻറ്റ് ഇന്നെടുത്ത് വന്നു, അത് നമ്മൾ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. ആ കേസിൻ്റെ ഒരു സ്വഭാവം അത് നമ്മൾ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം ലഭിക്കും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു പ്രൊഫഷനിൽ തന്നെ വർക്ക് ചെയ്യുന്നവർ തമ്മിൽ മാസത്തിൽ ഒരു ദിവസം ഞങ്ങളൊന്ന് കൂടി ചെയ്യുന്നുണ്ട്. കൂടിച്ചേരുമ്പോഴത്തേക്കും ഞങ്ങളൊരു കേസ് ഡയറീസ് ആണ് അവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നയാള് എന്ന് പറഞ്ഞ രീതിയിൽ അവരൊരു സോഷ്യോ ഡെമോഗ്രാഫിക്കൽ ഡേറ്റ പുറത്തു വിടുകയല്ല, മറിച്ച് അതിൻ്റെ ചില ഒരു ചീഫ് കംപ്ലയിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി, നേച്ചർ കാര്യങ്ങൾ നമ്മൾ പറയുന്നു. അത് നമ്മുടെ കൂടെയുള്ളവർ കേൾക്കുന്നു. സോ നമ്മളെപ്പോലെ തന്നെ മനസ്സിലാക്കാൻ വേറൊരാൾ ഉണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്കും അത് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ അവിടെ വലിയൊരു ആശ്വാസം നമുക്ക് ലഭിക്കുന്നുണ്ട്. പലപ്പോഴും കുടുംബജീവിതത്തിലൊക്കെ നമുക്ക് അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ എനിക്കറിയാം ചില ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പറഞ്ഞപ്പോഴാണ് സിസ്റ്റർ പത്രത്തിൽ സ്ഥിരം കാണുന്നൊരു ന്യൂസാണ് നമ്മുടെ പോലീസ് സേനയിൽ ഉണ്ടാവുന്ന ആത്മഹത്യാ പ്രവണത, ആത്മഹത്യ കൂടി വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്. അപ്പോൾ ആള് പറയുന്ന, അതായത് നിങ്ങളോടായാലും സുഹൃത്തുക്കളോടായാലും ഷെയർ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളാണ് ഞങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ സ്ട്രെസ്? അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇപ്പം നമ്മൾ പറയും ഈ വർക്ക് പ്ലേസിലെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് അവരുടെ പാഷനാണ്. അതായത് കുഞ്ഞുനാളിലെ തൊട്ട് അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലി മേഖല, അല്ലെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അവർ വരുന്നു, ആ ഒരു മേഖലയിൽ അവർ ജോലി ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് വെരി പാഷൻ. അപ്പോൾ അതൊരു സന്തോഷം തരുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഞാൻ ഇന്നൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു, ഇന്നൊരു പ്രൊഫഷനാണ് ഞാൻ, അല്ലെങ്കിൽ ഇന്നൊരു ജോലി ചെയ്യുന്നു, ഇന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് നമുക്ക് കിട്ടുന്ന ഒരു സാമൂഹ്യമായിട്ടുള്ളൊരു അംഗീകാരത്തിൻ്റെ ഒരു വില, അതും നമ്മൾ പറയുന്ന ഒരു ജോബിൻ്റെ ഒരു റിവാർഡ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ചിലർക്ക് അതൊരു ഉപജീവന മാർഗമാണ്. ചിലരൊക്കെ വന്ന് എൻ്റെ അടുക്കൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ കുഞ്ഞുനാൾ മുതൽ ഞാൻ ആഗ്രഹിച്ച ഒരു ജോലിയൊന്നും അല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്, പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എൻ്റെ കുടുംബം പോറ്റണമെങ്കിൽ എനിക്ക് ആ ജോലി ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു ജോലി സ്ഥലവും എൻ്റെ ജോലിയുടെ മേന്മയൊന്നും എന്നെ വലിയതായിട്ട് സന്തോഷിപ്പിക്കുന്നില്ല, പക്ഷേ എൻ്റെ ഉപജീവനത്തിനുള്ളൊരു മാർഗമായിട്ട് അത് തീരുന്നു എന്നതിൽ എനിക്ക് സന്തോഷമാണ്.
പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്ത് ഇഷ്ടമില്ലാത്തൊരു ജോലി അതൊരു ബേർഡനായിട്ട് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല തരത്തിലാണ് ഓരോരുത്തരും അവനവന്റെ ജോലി കൊണ്ടുപോകുന്നത്. അപ്പം ഒരാൾ ജോലി ചെയ്യുന്നത് അയാൾക്ക് വേണ്ടി മാത്രമാണോ? അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന സന്തോഷം അയാൾക്ക് മാത്രമാണോ? അല്ല, അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണെങ്കിൽ കുറച്ചുകൂടെ അയാൾക്ക് താല്പര്യത്തോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസിലായാലും അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒത്തിരിയേറെ പാഷനേറ്റ് ആയിട്ടൊരു ജോലിയിലാണ് ഞാൻ പ്രവേശിച്ചത്. അപ്പൊ ആദ്യ കാലങ്ങളിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അവിടെ എൻ്റെ കൂടെയുള്ളവര് സഹപ്രവർത്തകരൊക്കെ വളരെ കോർഡിയലായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതേ രീതിയിൽ ഞാൻ ഒത്തിരി നാള് തന്നെ അവിടെ പ്രവർത്തിച്ചു. പക്ഷേ എപ്പോഴൊക്കെയോ എനിക്ക് ഈ ഒരു പാഷൻ കുറഞ്ഞു പോകുന്നതായിട്ട് തോന്നി. അപ്പൊ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിലുള്ളൊരു പാഷൻ കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ആ ഒരു ജോലിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ തൊഴിലിടത്തിന്റെ സംസ്കാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഇപ്പൊ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അതിന് തടസ്സമാകുന്ന പല കാരണങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. ചില കേസുകളൊക്കെ നമ്മളുടെ അടുക്കൽ വന്ന് പറയാറുണ്ട്, സിസ്റ്ററെ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ചിലപ്പോൾ ഉന്നതര്, അതായത് ഇതിന്റെ ആ ഒരു ഹൈറാർക്കിക്കൽ മോഡ് ഏതൊരു തൊഴിലിടത്തിലും കാണുമല്ലോ. അപ്പോൾ എൻ്റെ മേലധികാരികൾ പറഞ്ഞിരിക്കുന്നത് നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു മേലധികാരി പറയുന്നു നീ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ അകത്ത് കുറച്ച് മായം ചേർക്കണം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അടുത്തൊരു മേലധികാരി പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, നീ ചെയ്യുന്ന വർക്ക് മറ്റുള്ളവർക്ക് ശരിക്കും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നീ ചെയ്യണം. അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന ജോലി അയാൾക്ക് ഇഷ്ടമാണ്. ഫോർ എക്സാമ്പിൾ ഒരു ടീച്ചറാണ്. ഓക്കെ, ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചിങ് മേഖല വളരെ പാഷനേറ്റ് ആയിട്ട് നമ്മളൊരു സ്കൂളിലോ കോളേജിലോ ഒരു ടീച്ചിങ് കാര്യത്തിന് വേണ്ടിയിട്ട് കയറുന്നു. കുട്ടികളാണ് നമ്മളുടെ ഏറ്റവും വലിയ ഫോക്കസ്. അപ്പോൾ ആ കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊണ്ടുവരണം, കുട്ടികളുടെ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ ഒക്കെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാക്കണമെന്ന് ഓർത്താണ് ഒരു ടീച്ചർ ചെല്ലുന്നത്. അപ്പം ബൗദ്ധികമായിട്ടുള്ളൊരു മേഖലയിൽ മാത്രമല്ല, ധാർമ്മികമായിട്ടുള്ള മേഖലയിൽ, സാംസ്കാരികമായിട്ടുള്ള മേഖലയിൽ എല്ലാം കുട്ടികളെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരണം എന്നോർത്താണ് ടീച്ചർ ചെല്ലുന്നത്. പക്ഷേ അവിടെ ആ ഒരു സ്കൂളിന്റെ സംവിധാനത്തിൽ അതിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ പറയുവാണ്, കുട്ടികളെ പഠിപ്പിക്കാം, പക്ഷേ കുട്ടികളെ ശകാരിക്കാൻ പാടില്ല, അല്ലെ പഠിക്കാത്ത കുട്ടികളെ പിന്നെയും പഠിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പാഠം തന്നെ പിന്നെയും റിവിഷൻ ചെയ്ത് സമയം കളയാൻ പാടില്ല. അതേപോലെ റെസ്ട്രിക്ഷൻസ് നമുക്ക് തരുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഷനേറ്റ് ആയിട്ടുള്ള ജോലി ആണെങ്കിൽ പോലും ഈ റെസ്ട്രിക്ഷൻസ് നമ്മളെ ബാധിക്കും. ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെ? അവരുടേതായ ഒരു രീതി ഉണ്ടാവും കുട്ടികളെ പഠിപ്പിക്കാൻ, അല്ലെ? അപ്പൊ അതിൽ തടസ്സം വരുമ്പോൾ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി സ്ഥലത്ത് നമ്മളോട് പറയുകയാണ്, ഇപ്പൊ ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ഒരു തനതായ ശൈലി എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ മേ ബി ഞാൻ ഒരു പ്രൊഫഷണൽ ആയിരിക്കുമ്പോൾ, ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കുമ്പോഴത്തേക്കും ഞാൻ പഠിച്ച തിയറിയും അല്ലെ ഞാൻ പാസ്സായ പരീക്ഷകളും എനിക്ക് കിട്ടിയിരിക്കുന്ന ക്വാളിഫിക്കേഷനൊക്കെ നോക്കുമ്പോൾ ഒത്തിരി ഒരു യൂണിഫോമിറ്റി കാണും. പക്ഷേ ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിക്ക് വ്യത്യാസം കാണും. ചിലപ്പോൾ ഞാൻ ഇടപെടുന്ന ഒരു രീതിയിലല്ലായിരിക്കാം വേറൊരാൾ ഇടപെടുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ഓരോരുത്തരുടെയും ഉള്ളിലുള്ളൊരു മോട്ടിവേഷൻ ഉണ്ട്, ഇതോടൊപ്പം തന്നെ പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നൊരു മോട്ടിവേഷൻ്റെ ഒരു ലെവലും കൂടിയുണ്ട്. അതായത് വർക്ക് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വർക്ക് പ്രഷറും സ്ട്രെസ്സും വരുമ്പോൾ അത് ഫാമിലി തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഞാൻ സാധാരണയായിട്ട് പറഞ്ഞു വെക്കാറുള്ളത്, നമ്മൾ സഹപ്രവർത്തകർക്കാണ് അത് കൂടുതലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം നമ്മളൊരു തൊഴിൽ ചെയ്യുമ്പോൾ ആ തൊഴിലിടങ്ങളിലേക്ക് നമ്മൾ വരുന്നത് നമ്മുടെ ഒരു ഫാമിലിയിൽ നിന്നാണ്. ഇപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ പറയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഫാമിലിയുടെ ഉണ്ട്. ഇപ്പൊ ഫാമിലിയിലെ ചില പ്രശ്നങ്ങളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ടുള്ളൊരു ഒരു വഴക്കോ അസ്വസ്ഥതകളോ ആകാം, അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ ഒരു രോഗമാകാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ ബ്രേക്ക് ആവാം. ഇതെല്ലാമായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു തൊഴിലിടത്തിലെ പ്ലാറ്റ്ഫോം അല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പ്രൊഡക്ഷനെ അത് ബാധിക്കും. അയാൾ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയുടെ ക്വാളിറ്റിയെ, മേന്മയെ അത് ബാധിക്കും. അപ്പോൾ അവിടെ ഞാൻ എപ്പോഴും പറയുന്ന, ഒരു തൊഴിലിടമാണെങ്കിൽ അവിടെ അവർക്ക് മെൻ്റൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന ചില സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം.
പ്രത്യേകിച്ച് അവിടെ നമുക്ക് പറയാം ഇപ്പൊ സമയം ക്രമീകരിക്കുന്ന രീതിയിൽ. ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്നൊരു ക്ലയൻറ്റ് അഭിപ്രായപ്പെട്ടതാണ്, സിസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയായിരുന്നു, ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മേലധികാരികളും പറഞ്ഞു ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള എൻ്റെ ഇൻലോസ് ഉണ്ട്. ഇവരെ എല്ലാം നോക്കിയതിന് ശേഷമേ എനിക്ക് ചെല്ലാനായിട്ട് പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് ഇവർക്കുള്ള രാവിലത്തെ ഫുഡെങ്കിലും എനിക്ക് ഒരുക്കി വെച്ചിട്ടേ ചെല്ലാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഒരു 9:30-10 മണിയോളം ആകും. പക്ഷെ അവരുടെ വർക്കിൻ്റെ ആ ഒരു ടൈമിംഗ് അവർക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷേ അതിൻ്റെ അകത്തുണ്ടാകുന്ന ചില കോൺഫ്ലിക്റ്റുകളുണ്ട്. ചിലർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ മൂലം അത് മാറ്റില്ല. അത് 7 മണിക്ക് കറക്റ്റ് ആ സമയത്ത് കയറിയിരിക്കണം. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. OTT പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. അപ്പം നല്ല ഒരു ക്വാളിറ്റേറ്റീവായിട്ട് മേന്മയേറിയ ജോലി ചെയ്യാൻ പറ്റുന്ന, ആ ജോലിയോട് വിശ്വസ്തതയുള്ള ഒരാളെയാണ് ആ ഒരു സമയം ആ വർക്ക് പ്ലേസിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതറിയാനും ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാനും അവിടെ ആരുമില്ല. ഇപ്പം നമ്മൾ പറഞ്ഞ സ്കൂളുകളിലൊക്കെ സ്കൂൾ കൗൺസിലേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഒരു തേർഡ് പാർട്ടി അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെയും അവിടെ പ്രവർത്തിക്കുന്നവരെയും ജോലി ചെയ്യുന്നവരെയും, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ് ഉണ്ട്, സ്റ്റുഡൻസിനെയും കൊടിയിലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവരെ പരസ്പരം ബന്ധിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സ്കിൽഫുള്ളായിട്ടുള്ളൊരു തേർഡ് പാർട്ടി തൊഴിലിടങ്ങളിൽ ഉണ്ട് എങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ നമുക്ക് വർക്ക് പ്രഷറിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു കുടുംബം പോലെ തന്നെ ഒരു ഫാമിലി ആയിട്ട് കാണാൻ സാധിക്കണം അല്ലേ തൊഴിലിടങ്ങളിലെ ആ ഒരു ബന്ധങ്ങളും അങ്ങനെ തന്നെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചിലരിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇതായിരിക്കാം, നമ്മുടെ അവിടെ രക്തബന്ധമുള്ളവർ തമ്മിലല്ലല്ലോ വർക്ക് ചെയ്യുന്നത്. ഇവൻ ഫാമിലി പോലും രക്തബന്ധമുള്ളവർ തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കൊളീഷൻ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വർക്ക് പ്ലേസിൽ ഉണ്ടാവില്ലേന്നും. മനുഷ്യർ തമ്മിൽ പ്രവർത്തിക്കുന്ന ഒരിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയില്ല. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാനുള്ളൊരു മെക്കാനിസം അവിടെ ഉണ്ടാവണം. അപ്പം അവിടെ അതിന് പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തൊഴിലിൻ്റെ ഇടയ്ക്കാണെങ്കിലും ഈ സ്ട്രെസ് കൂടുന്നു, അതായത് അവിടെ വർക്ക് പ്രഷർ കൂടുതലാകുന്നു എന്നറിഞ്ഞു കഴിയുമ്പോൾ അതിന് പറ്റുന്ന, ഇപ്പം നമുക്കറിയാം ഒരു വർക്ക് ഒരു പ്ലേസിൽ അതിനെ ക്രോഡീകരിക്കുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലീഡർ അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ് വർക്ക് പ്രഷർ കൂടുന്നുണ്ട്, സഹപ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങൾ കൂടുന്നുണ്ട്, കോൺഫ്ലിക്റ്റുകൾ കൂടുന്നുണ്ട്, അല്ലെ മേന്മയുള്ള പ്രൊഡക്ഷൻ വരുന്നില്ല. അപ്പോൾ അതിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നെയും അവർക്കൊരു ജോലിഭാരം കൂട്ടുകയല്ല അവിടെ വേണ്ടത്, മറിച്ച് അവിടെ ഒരു പോസാണ്. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം, നമ്മൾ ഭയങ്കര സ്പീഡിൽ ഓടുന്നു. അപ്പോൾ ഓടി ഒരു സ്ഥലത്ത് നമ്മൾ ചെന്ന് തിരിച്ചു വരേണ്ടതായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ് വേണം, ഒരു റിഫ്രഷ്മെന്റ് നമുക്ക് ആവശ്യമുണ്ട്. ഈ റിഫ്രഷ്മെന്റ് എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വേണം. അപ്പൊ ഈ തൊഴിലിടങ്ങളിൽ കുറച്ചൊരു റിഫ്രഷ്മെന്റ് കൊടുക്കുന്ന രീതിയിലുള്ള ചില പരിപാടികൾ അവിടെ ഉണ്ടാവണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചില സമയങ്ങളിൽ വർക്ക് പ്ലേസ് ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില ഗ്യാതറിങ്ങുകൾ കൊടുക്കുക, ഒരു ഔട്ടിംഗ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ ഇപ്പോൾ ഒരു ആത്മീയ തലത്തിൽ ഉണ്ടാകേണ്ട ഉണർവിനെ കുറിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തു നിന്നൊരു തേർഡ് പാർട്ടി വന്ന് സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ കൊടുക്കുക. ഇതെല്ലാം ഈ വർക്ക് പ്ലേസ്. അതുപോലെ അതായത് നമ്മളെല്ലാവരും മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ഈ ജോലി അല്ലെങ്കിൽ സാലറിയേക്കാൾ ഉപരിയായിട്ട് ചെയ്യുന്ന വർക്ക് നമ്മൾ എത്രത്തോളം ചെയ്തു എന്നുള്ള നല്ല എന്തെങ്കിലും വാക്കുകൾ, അത് പലപ്പോഴും ടാർഗറ്റ് അച്ചീവ് ചെയ്യുക എന്നുള്ളതല്ലാതെ അല്ലെങ്കിൽ മേലധികാരികളിൽ നിന്നും ഒരു നല്ല വാക്കുകൾ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അതുകൊണ്ട് അവരുടെ ഒരു ദിവസം
ചിലപ്പോൾ വളരെ ഭംഗിയായിട്ട് അവർക്ക് ജോലി ചെയ്യാൻ സാധിച്ചേക്കാം. തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊക്കെയായാലും നമ്മൾ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു. ഇന്ന് തിരക്കേറിയ ഒരു ജീവിതമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ചില തിയറികളും അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ നോംസിലൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പുഞ്ചിരിച്ചുകൊണ്ട് ഒരാളെ തൊഴിലിടത്തേക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തൊഴിലിടം സക്സസ്ഫുൾ ആയിരിക്കും എന്ന് പറയും. അതുപോലെ ചില നല്ല ലീഡിങ് കമ്പനികളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകളെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലരുടെ കാലയളവിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല ഒരു സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില ലീഡർഷിപ്പിൽ ഇരിക്കുന്ന അവരുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളുടെ ഒരു സ്റ്റഡി ഞാൻ അടുത്തിടയ്ക്ക് വായിക്കുകയുണ്ടായി. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകൾ മറ്റുള്ളവരോട് മനുഷ്യത്വപരമായിട്ട് പെരുമാറാൻ സന്നദ്ധരാണെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ട് എന്ന് പരിഗണിക്കുന്നവരാണെങ്കിൽ, ഇവൻ ഞാൻ പറയാം ഒരു തൊഴിലിടത്ത് നിന്ന് ഒരാൾ റിസൈൻ ചെയ്ത് പോരാനും അയാൾക്ക് കുറേ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, അയാൾ എന്നിട്ട് അതിനെതിരെ നല്ലൊരു തൊഴിലിടമായിരുന്നു അതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു, അങ്ങനെ ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയാണ് അദ്ദേഹം പോരുന്നത്. അപ്പം അതിൻ്റെ ആദ്യകാല അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് നയിച്ചൊരു പ്രശ്നത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു വർക്ക് പ്ലേസിൽ ഇവർക്ക് പോകാനുള്ളൊരു വാഷ്റൂം ഇല്ലായിരുന്നു എന്നതിനാണ് തുടക്കം. അപ്പോൾ ഒന്ന് നോക്കിക്കേ, ഒരു തൊഴിലിടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓരോ ആവശ്യങ്ങൾക്കും വേണ്ടുന്ന സ്ഥലം, പ്ലേസ്, അതിനുള്ളൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നിടത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ശമ്പളം മാത്രമല്ല, നല്ല വാക്കുകൾ, റിവാർഡ്. അപ്പോൾ അതൊരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടിയാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പം നമുക്കറിയാം, ഒരു കാര്യം നന്നായിട്ട് ചെയ്തു, അത് ചെയ്യാൻ അതിനെ കോർഡിനേറ്റ് ചെയ്ത ഒരാളെ വിളിച്ചിട്ട് നമ്മൾ പറയാ വളരെ നന്നായിരുന്നു കേട്ടോ, ഇന്ന കാര്യങ്ങളെല്ലാം വളരെ നന്നായിട്ട് ചെയ്തു. ഇപ്പൊ അതോടൊപ്പം തന്നെ അതിനെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വീകരിക്കും. മറിച്ച് പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നീട് നമുക്ക് പറയുകയാണെങ്കിൽ പിന്നെ തൊഴിലിടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമാണ് ഫാമിലിയുടെ ഒരു പങ്ക്. നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഫാമിലിയിൽ ഒരു ജോലി സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്ത് ഒരാൾ തിരിച്ചു വരുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് പുറത്തു പോയി കുറെ ആൾക്കാരുമായിട്ട് കണ്ടു, അവിടെ ഇരുന്ന് ഇന്ന ജോലിയും ചെയ്തിട്ട് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ അവരനുഭവിക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്. അപ്പം ആ ഒരു സ്ട്രെസ്സിനെ മനസ്സിലാക്കാനായിട്ട് ഫാമിലിയിലുള്ളവർ കൂടി ഒന്ന് മനസ്സാകുകയാണെങ്കിൽ വളരെ വളരെ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഒരു ക്ലയൻറ്റ് എൻ്റെ ഇടയ്ക്ക് വന്നപ്പോഴത്തേക്ക് പറഞ്ഞാണ്, സിസ്റ്ററെ ഞാൻ ഒരു നല്ലൊരു ഗവൺമെൻറ് ഓഫീസിൽ നല്ലൊരു പോസ്റ്റിലാണ്, ഇവൺ ഒരു ഗസറ്റഡ് ഓഫീസറിൻ്റെ തന്നെ ഒരു ഹെഡ്ലൈൻ മാർക്കിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഞാൻ എൻ്റെ സ്ഥലത്ത് ജോലി ചെയ്ത് ഞാൻ തിരിച്ചു ചെന്ന് കഴിയുമ്പോഴത്തേക്കും വീട്ടിൽ നിന്നുള്ളൊരു പ്രതികരണം എന്ന് പറയുന്നത് AC റൂമിൽ എല്ലാവരും ഇങ്ങനെ തൊഴുത് നമിച്ച് നിൽക്കുന്ന ഒരു സാറ്, അവിടെ എന്താ ഇത്ര വലിയ സ്ട്രെസ് ഉണ്ടാകാനായിട്ടിരിക്കുന്നത്? അപ്പം ഇവിടെ ഞങ്ങളല്ലേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നതെന്ന്. അപ്പം അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളുടെ സേഫ് സോണാണ്. അപ്പം ഈ സേഫ് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ചെയ്യേണ്ട ഒരു വർക്ക്, അത് ഡിമാൻഡിങ് ആണ്. ഈ വർക്ക് തീർക്കുക അല്ലെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് കിട്ടുന്ന ഡിമാൻഡ്സ് ആണ്. അപ്പം ഇത് ചെയ്ത് തീർത്തിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഫാമിലിയും നമ്മളെ കാണുകയാണ്, ഓക്കെ ഇന്നൊരു സ്കില്ല് ചെയ്ത ഒരാൾ തിരിച്ചു വരുന്നു, അപ്പം അതുപോലെ സ്വീകരിക്കാനുണ്ടെങ്കിലാണ് അയാൾക്കൊരു സമാധാനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരിക്കലും ഒരു ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമാണ്, സിസ്റ്റർ ഞാൻ വളരെ തിരക്കേറിയ ഒരു സർജനാണ്, തിയേറ്ററിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇറങ്ങുന്നത് പോലും സമയവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ വീട്ടുകാർ, എൻ്റെ കുടുംബം പറയുന്നത് കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യാത്ത കുറേ കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, എൻ്റെ മാതാപിതാക്കളായാലും ശരി, എൻ്റെ വൈഫായാലും ജീവിത പങ്കാളിയായാലും ശരി, മക്കളായാലും ശരി, അവരുടെ ഡിമാൻഡുമായിട്ടുള്ള വലിയൊരു പട്ടികയിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ വരുന്നത്, ഒന്ന് റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഓക്കെ ഇന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തല്ലോ, നമുക്ക് ഒരുമിച്ചിരുന്ന് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഒന്ന് സമാധാനത്തിലായിരിക്കാം എന്നുള്ളതല്ല പറയുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, പ്രത്യേകിച്ചൊരു മാനസികാരോഗ്യ രംഗത്ത് ജോലി ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക്
ഞാൻ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം, മാനസിക ആരോഗ്യം തിങ്ങി നിൽക്കുന്ന തൊഴിലിടങ്ങൾ നമുക്കുണ്ടാവണം. അപ്പോൾ ഏത് ജോലിയുമാകട്ടെ, ജോലിയുടെ മഹാത്മ്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥതയിലും നമ്മൾക്ക് അതിലൂടെ കിട്ടുന്ന സംതൃപ്തിയിലുമാണ്. അപ്പോൾ ഒരു സംതൃപ്തമായിട്ടുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് സംതൃപ്തമായൊരു തൊഴിലിടം ഉണ്ടാകുവാനും അത് തൊഴിൽ ചെയ്യാനുള്ളൊരു സ്കില്ല് നമുക്ക് ഉണ്ടാകുവാനും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ആനുപാതികമായിട്ടുള്ള പ്രതിഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളം, പൈസ മാത്രമല്ല, മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നൊരു അംഗീകരിക്കലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. അപ്പോൾ ഏത് ജോലി ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ ബുദ്ധിയും ശക്തിയും ആരോഗ്യവും സമയവുമാണല്ലോ നമുക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് എന്ന ഒരു കൃതജ്ഞതയോടുകൂടി, നന്ദിയോടുകൂടി ഓരോരുത്തരെയും കാണുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം അതിന് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിന് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഏവർക്കും പ്രാർത്ഥനയോടെ നന്ദി അറിയിക്കുന്നു.